ഒരു ദിവസം ഒരു 5 വയസ്സുള്ളൊരു കുട്ടി കയ്യിൽ 100 രൂപയുടെ നോട്ടുമായി ദൈവത്തെ വാങ്ങാനിറങ്ങി. അവൻ ഒരു കടയിൽ ചെന്ന് ചോദിച്ചു, ഇവിടെ ദൈവത്തെ കിട്ടുമോ? നീ എന്താ ആളെ കളിയാക്കുവാണോ? എന്തോ ഉടായിപ്പാണെന്ന് കരുതി കടക്കാരൻ ചൂടായി അവനെ അവിടെ നിന്നും ഇറക്കിവിട്ടു. ആ കുട്ടി ഇതേ ചോദ്യമായി അടുത്ത കടയിൽ ചെന്നു. അവിടെ നിന്നും അവനെ ഇറക്കിവിട്ടു. അവൻ ഓരോ കടയിലും കയറിയിറങ്ങി. അങ്ങനെ സമയം സന്ധ്യയായി. ആ നഗരത്തിലെ അവസാനത്തെ വലിയ കടയിൽ അവൻ കയറി. അവൻ ചോദിച്ചു, ചേട്ടാ, എന്നെ ഒന്ന് സഹായിക്കണം, ഇവിടെ ദൈവത്തെ വിൽക്കുമോ? 50 വയസ്സ് പ്രായം തോന്നിക്കുന്ന വളരെ സൗമ്യനായ ആ മനുഷ്യൻ ആ കുഞ്ഞിനോട് ചോദിച്ചു, എന്തിനാണ് ഇപ്പോൾ നീ ദൈവത്തെ മേടിക്കുന്നത്? ഇത്രയും കടയിൽ ചോദിച്ചിട്ടും ഇപ്പോഴാണ് ഒരാൾ തന്നോട് എന്തിനാണെന്ന് ചോദിക്കുന്നത്. കുട്ടി നിറകണ്ണുകളോടെ പറഞ്ഞു, 3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് എൻ്റെ മമ്മി മരിച്ചു. അതിനുശേഷം എൻ്റെ പപ്പയാണ് എന്നെ വളർത്തിയത്. എന്നാൽ ഇപ്പോൾ എൻ്റെ പപ്പയ്ക്കും ആക്സിഡൻറ്റ് സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല. ഡോക്ടർ പറഞ്ഞു ദൈവത്തിന് മാത്രമേ നിൻ്റെ പപ്പയെ രക്ഷിക്കാൻ കഴിയൂ എന്ന്. കുട്ടി കരുതി ദൈവത്തെ കടയിൽ മേടിക്കാൻ കിട്ടുമെന്ന്. അതുകൊണ്ട് കുറച്ച് ദൈവത്തെ മേടിച്ച് പപ്പയ്ക്ക് കഴിക്കാൻ കൊടുക്കണം, പപ്പയെ രക്ഷിക്കണം. ഇവിടെ ദൈവത്തെ വിൽക്കുന്നുണ്ടോ? ആ കുട്ടിയുടെ നിഷ്കളങ്കമായ ചോദ്യം കേട്ട് ആ മനുഷ്യൻ ചോദിച്ചു, നിന്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? 100 രൂപ, അവൻ പറഞ്ഞു. ദൈവത്തിന് കൃത്യം 100 രൂപയേ വരൂ. അതു പറഞ്ഞിട്ട് ഒരു ചെറിയ കുപ്പിയിൽ അല്പം തേൻ അദ്ദേഹം കുട്ടിക്ക് നൽകി. ഇതാണ് ദൈവം, ഇത് നിന്റെ പപ്പയ്ക്ക് കൊടുക്കണം. കുട്ടിയുടെ കണ്ണ് നിറഞ്ഞു. അവന് ഒരുപാട് സന്തോഷമായി. അവൻ ആ ചെറിയ കുപ്പിയും പിടിച്ച് വളരെ വേഗത്തിൽ ആശുപത്രിയിലേക്ക് ഓടി. അവിടെ എത്തി അവൻ ഉറക്കെ വിളിച്ചു കൂകി, ഇതാ ഞാൻ ദൈവത്തെ കൊണ്ടുവന്നു, എൻ്റെ പപ്പ രക്ഷപ്പെടും. പിറ്റേ ദിവസം രാവിലെ ഒരു വലിയ മെഡിക്കൽ ടീം ആ ആശുപത്രിയിലെത്തി. അവർ ആ മനുഷ്യൻ്റെ ചികിത്സ ഏറ്റെടുത്തു. 2 ദിവസത്തിന് ശേഷം അയാളുടെ ബോധം തെളിഞ്ഞു. പയ്യെ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ചികിത്സയുടെ ബില്ല് വന്നു. അതുകൊണ്ട് അവൻ്റെ പപ്പ ഞെട്ടി. പക്ഷേ അപ്പോൾ തന്നെ ആശുപത്രിയിൽ നിന്നും അറിയിപ്പ് വന്നു, ഒരബദ്ധം പറ്റിയതാണ്, ബില്ല് മുഴുവൻ ഓൾറെഡി തീർത്തതാണ്. ആ മനുഷ്യന് അത്ഭുതമായി. ആ കുഞ്ഞ് അടുത്തു നിന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതെല്ലാം ദൈവത്തെ മേടിച്ചതുകൊണ്ട് നടക്കുന്നതാ. അവൻ പപ്പയോട് നടന്നതെല്ലാം പറഞ്ഞു. ദൈവത്തെ വാങ്ങാൻ പോയ കഥയും ദൈവത്തെ തന്നുവിട്ട ആ നല്ല മനുഷ്യനെ പറ്റിയും. ഡിസ്ചാർജ് വാങ്ങി പപ്പ അവനെയും കൂട്ടി ആ കടയിലേക്ക് പോയി. ആ നാട്ടിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരനായ മനുഷ്യൻ്റെ കടയായിരുന്നു അത്. അയാൾ ആ മനുഷ്യനോട് കണ്ണുനീരോടെ നന്ദി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എന്നോടല്ല നന്ദി പറയേണ്ടത്, ഞാനല്ല നിങ്ങളെ രക്ഷിച്ചത്. നിങ്ങൾക്ക് വേണ്ടി ദൈവത്തെ വാങ്ങാൻ 100 രൂപ നോട്ടുമായി ഒരു ദിവസം മുഴുവൻ കടകളിൽ കയറിയിറങ്ങിയ ഈ കുഞ്ഞാണ്. അവൻ്റെ നിഷ്കളങ്കതയും സ്നേഹവും നിറഞ്ഞ ഹൃദയവുമാണ് നിങ്ങളെ രക്ഷിച്ചത്. ദൈവത്തിൻ്റെ വില എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി സ്നേഹത്താൽ ജ്വലിക്കുന്ന ഹൃദയമാണ്. ഒരു നല്ല ഹൃദയത്തിന് മാത്രമേ ദൈവത്തെ വാങ്ങാൻ കഴിയൂ. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന കൊച്ചു കൊച്ചു യാത്രകൾക്കിടയിലാണ് നമ്മൾ ദൈവത്തെ കണ്ടെത്തുന്നത്, ദൈവത്തെ സ്വന്തമാക്കുന്നത്. സ്വാർത്ഥതയും വിദ്വേഷവും വെടിഞ്ഞ് നിങ്ങളുടെ ഹൃദയവും കുഞ്ഞുങ്ങളുടെ മനസ്സുപോലെ നിർമ്മലമാകട്ടെ. അപ്പോൾ അവിടെ ദൈവം വസിക്കും.